എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പായസം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 6 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളമായി പോരുത്, ലൂസായി പോകാതെ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റാം. ഇത് ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റീമറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അത് ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടിക്കെടുത്തതാണ്. 1-ാം പാൽ തന്നെയാണ്, 2-ാം പാലൊന്നും എടുത്തിട്ടില്ല. 1-ാം പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അത് ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 4 പഴം എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരമണിക്കൂർ എടുത്തു ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ രീതിയിൽ നിന്നും കുറച്ച് കൂടുതൽ തന്നെ വേവിച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ തന്നെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ശർക്കര എടുക്കണം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കടലപ്പരിപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസം ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയിടണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.